എയുടെ പാഠങ്ങളിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് രൂപം കൊള്ളുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാഠങ്ങളാണ് സുബോധാവസ്ഥയെ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കും വഹിക്കുന്നത്. ഞാനൊരു സംഭവ കഥ പറയാം. 1928 രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് എത്തിയിട്ടില്ല. ഒന്നാം ലോകമഹായുദ്ധാനന്തരം കുത്തിമറിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥയിൽ പലതരത്തിലുള്ള രോഗികൾ ചികിത്സ തേടി യൂറോപ്യൻ വൻ നഗരങ്ങളിൽ എത്താറുണ്ട്. അമേരിക്കയിൽ നിന്നൊരു കച്ചവടക്കാരൻ യൂറോപ്പിലുള്ള കാൾ യൂങ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ ആവശ്യം മദ്യത്തിൽ നിന്ന് മുക്തനാകുക എന്നുള്ളതായിരുന്നു. കാൾ യൂങ് 1 വർഷത്തോളം അദ്ദേഹത്തെ ചികിത്സിച്ചു. കാൾ യൂങ് ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ആ കാലഘട്ടത്തിലെ മനോരോഗ വിദഗ്ധനും പിൽക്കാലത്ത് മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ സിഗ്മണ്ട് ഫ്രോയിഡിനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. കാൾ യൂങ് അതിപ്രഗത്ഭനാണ് ഇന്നും. 1 വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ അമേരിക്കൻ കച്ചവടക്കാരൻ വീണ്ടും മദ്യപിച്ചു. പുനർപതനാനന്തരം സുബോധാവസ്ഥ നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും കാൾ യൂങ്ങിന്റെ അടുത്ത് തന്നെ എത്തി. കാൾ യൂങ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, മിസ്റ്റർ, ഞാൻ ഒരാളിനെയും മദ്യമുക്തി ഉണ്ടായതായി ഇതുവരെ കണ്ടിട്ടില്ല. മരുന്നാൽ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഒരാളിനെയും പൂർണ്ണമായും രക്ഷപ്പെട്ട ഒരാളിനെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് മരുന്നിന് എന്ത് ചെയ്യുവാനാകും? അത് കഴിഞ്ഞിരിക്കുന്നു. മെഡിസിൻ ഹാസ് ഡൺ ഓൾ ദാറ്റ് ഇറ്റ് ക്യാൻ ഡു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് ഇനി ഫലപ്രദമായ ഒരു ഇടപെടലാണെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ വൈദ്യശാസ്ത്രം അമിതമദ്യാസക്തിന് മുന്നിൽ തോറ്റു എന്നുള്ളതാണ് കാൾ യൂങ്ങിന്റെ കുമ്പസാരം. എന്നുവെച്ചാൽ ഇന്നേ വരെയും ചികിത്സ കണ്ടുപിടിക്കാത്ത ഒരു രോഗമാണ് അമിതമദ്യാസക്തി എന്നാണ് കാൾ യൂങ് 1928 പറഞ്ഞത്. ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ലതാനും. അമേരിക്കയിൽ നിന്ന് വന്ന കച്ചവടക്കാരൻ, ധനാഢ്യനായ വ്യക്തി ചോദിച്ചു, ഒരു അപവാദം പോലും ഉണ്ടാവുകയില്ലേ? ഇസ് ദർ എനി എക്സെപ്ഷൻ? കാൾ യൂങ് പറഞ്ഞു, സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ ഉണ്ടാകണമെങ്കിൽ സാരമായ തരത്തിൽ ഒരു ആത്മീയമായ മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട്. ആത്മീയമായ മാറ്റത്തിന് വിധേയമായാൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാവുന്നതാണ്. ആത്മീയം എന്നുള്ളത് കൊണ്ട് കാൾ യൂങ് ഉദ്ദേശിച്ചത് മതപരമായിരിക്കുന്ന ഒരു മാറ്റം എന്നുള്ളതല്ല. സ്പിരിച്വൽ അവെയ്ക്കനിങ്, സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അത് തന്റെ വൈകാരിക തലത്തെ പോലും സ്വാധീനിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പറിച്ചുനടലായാണ് അദ്ദേഹം കണ്ടത്. അന്നേരം അമേരിക്കൻ കച്ചവടക്കാരൻ പറഞ്ഞു, എനിക്കൊരു മതമുണ്ടല്ലോ, ഞാൻ മതവിശ്വാസിയാണല്ലോ, എനിക്ക് ആത്മീയമായിരിക്കുന്ന അനുഭവമുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാൾ യൂങ്ങിന്റെ മറുപടി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നിങ്ങളെ മാറ്റിമറിക്കാവുന്ന തരത്തിലുള്ള ഒരു ആത്മീയാനുഭവത്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അതുവരെയും വൈദ്യശാസ്ത്രവും ലോകവും നിങ്ങളുടെ അമിതമദ്യാസക്തിക്ക് മുമ്പിൽ നിസ്സഹായരാണ്. നിങ്ങൾ കണ്ടെത്തുന്ന ഒരു അതീശ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആത്മീയമായ പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കക്കാരൻ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോകുന്നു. അമിതമദ്യാസക്തരായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ എബി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ അനുഭവം ആൽക്കഹോളിക്സ് അനോണിമസ് പിറക്കും മുമ്പ് ഉണ്ടായ അനുഭവങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉപജ്ഞാതാവല്ല എബി. പക്ഷേ എബി അതിന് ഒരു വഴിതെളിയിച്ച വ്യക്തിയാണ് എന്ന് കാണുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഒന്ന്, അമിതമദ്യാസക്തിക്ക് മുമ്പിൽ ജീവിതം നരകതുല്യമാണ്, ആകെ കുഴമറിഞ്ഞു കിടക്കുന്നു, പവർലെസ് ടു മാനേജ് ദ ലൈഫ്. ജീവിതം നിയന്ത്രിക്കാനോ മാനേജ് ചെയ്യാനോ അസാധ്യമായ തരത്തിൽ നിരായുധീകരണം നടത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അമിതമദ്യാസക്തൻ. രണ്ട്, ആത്മാവിനെ, സ്വന്തം സെൽഫിനെ, സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ച് ഒരു പരിശോധന, ആത്മപരിശോധന നടത്തുന്ന വ്യക്തിക്ക് സാധ്യതയുണ്ട് മദ്യം നിയന്ത്രിക്കുവാൻ. അതുപോലെ തന്നെ സ്വന്തം വീഴ്ചയെക്കുറിച്ച് മാപ്പ് പറയാനും തിരിച്ചറിയാനും സാധിക്കുന്ന ഒരാളിനാണോ അയാൾക്ക് അമിതമദ്യാസക്തി നിലനിർത്തുവാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന, സാമൂഹിക ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ആ ഡിസ്റ്റോർട്ടഡ് സോഷ്യൽ ലൈഫ്, വക്രീകരിക്കപ്പെട്ട, തകർക്കപ്പെട്ട സാമൂഹിക ജീവിതം ചിലപ്പോൾ ആത്മീയാനുഭവത്തിന് വഴിവെച്ചേക്കാം. നിങ്ങൾ മരുന്നിനെ ഉപേക്ഷിക്കണമെന്നല്ല, മരുന്നിൽ നിന്ന് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ധൈര്യമുണ്ടാക്കുവാനും ആ ധൈര്യത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്ന ദൈവത്തിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അമിതമദ്യാസക്തിയുടെ മീതെയുള്ള നിയന്ത്രണത്തിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സഹായം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ സുബോധാവസ്ഥയുടെ നാളുകൾ നിങ്ങളെയും അനുഗ്രഹിച്ചു വരാൻ ഇടയുണ്ട്. ഇത് ആ കാലത്തുണ്ടായിരുന്ന ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അമിതമദ്യാസക്തരുടെ ഗ്രൂപ്പ് അല്ല, മദ്യം രക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന ചില ആളുകളുടെ ഗ്രൂപ്പാണ് താനും. ആൽക്കഹോളിക്സ് അനോണിമസ് രൂപം കൊണ്ടിട്ടില്ല. അവിടെ ബില്ലിന്റെ സുഹൃത്ത് എബിയെ കണ്ടെത്തുന്നു. നോക്കണേ, നമ്മൾ ബില്ലിനെയും ബോബിനെയും കുറിച്ച് അറിയുന്നവരാണ്. ബില്ലിന്റെ ഭാര്യ എബിയെ കണ്ടെത്തുന്നു. 1934 ഡോക്ടർ സിൽക്ക്വർത്ത് എന്ന് പറയുന്ന സൈക്യാട്രിസ്റ്റിന്റെ സഹായം തേടുന്നു. അദ്ദേഹവും പറയുന്നു, എബിയുടെ എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് ചില പാഠങ്ങളുണ്ട് എന്നുള്ളത്. ബില്ലും ബോബും സുഹൃത്തുക്കളായിരുന്നു. ബിൽ ഒരു ക്രിസ്മസ് രാത്രി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, എന്നെ എന്തുകൊണ്ട് ദൈവം തുണയ്ക്കുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് ദൈവം എന്റെ മനസ്സിൽ വിരിയപ്പെടുന്നില്ല? ആ രാത്രിയിലാണ് അയാളിനോട് അയാൾ തന്നെ പറഞ്ഞത്, നീ മുക്തനായിരിക്കുന്നു, യു ആർ ഫ്രീ ഫ്രം എവരിത്തിങ്. 1934 ബില്ല് സുബോധാവസ്ഥയിൽ പ്രവേശിക്കുന്നു. ആദ്യമായാണ് പാപത്തിൽ നിന്ന് രോഗം എന്ന് പറയുന്ന ഒരു സങ്കല്പനം, ഫ്രം ദ സിക്ക് ടു ദ സിക്നെസ്, ഫ്രം ദ സിൻ ടു ദ സിക്നെസ്. അമിത മദ്യപാനാസക്തി ഒരു പാപമാണ് എന്ന് പറയുന്നതിൽ നിന്ന് അതൊരു രോഗമാണ് എന്നുള്ളിടത്തേക്കുള്ള ആശയം എത്തുന്നത് അന്നാണ്. അദ്ദേഹം ബോബുമായിട്ട് കൂടിച്ചേരുന്നു. ആക്രോൺ സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവർ ഒത്തുചേർന്നുകൊണ്ട് ആത്മഭാഷണങ്ങൾ പങ്കുവെക്കുന്നു. 1935 ലോകത്തെ ആദ്യത്തെ എ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു. 1935 ആദ്യത്തെ എ ഗ്രൂപ്പ് രൂപം കൊള്ളുമ്പോൾ പാഠം അവർ പഠിച്ചതൊന്നുണ്ട്, മറ്റൊന്നല്ല. പുതിയ ഒരു ജീവിതത്തിന് മാത്രമേ അമിതമദ്യാസക്തിയിൽ നിന്നുള്ള സുബോധാവസ്ഥയ്ക്കുള്ള സാധ്യതയുള്ളൂ എന്നായിരുന്നു. ഈ ഒത്തുചേരലിന്റെ 4 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 1935 മുതൽ 39 വരെയുള്ള കാലഘട്ടത്തിൽ പലതും അവർ സ്വയം കണ്ടെത്തുകയായിരുന്നു. അമിതമദ്യാസക്തിയുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു കാര്യം ചെന്നെത്തുവാൻ, പുതിയ ഒരു മിശ്രിതം
ഒരു മിക്സ്ചർ വന്നെത്തുവാൻ ആദ്യകാലത്ത് രോഗികൾക്ക് കൊടുത്തിരുന്ന ഒന്നാണ് ഈ മിക്സ്ചർ എന്ന് പറയുന്നത്. പല രാസദ്രവങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കുന്നതാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. ആ ഒരു മിശ്രണം അല്ലെങ്കിൽ മിശ്രിതം ഉണ്ടായിത്തീരാൻ കാരണമാകുന്നത് 35 മുതൽ 34 മുതൽ 39 വരെയുള്ള 5 വർഷക്കാലത്തിന്റെ അനുഭവജ്ഞാനമാണ്. ഈ അനുഭവജ്ഞാനത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പിറവി കൊള്ളുന്നത്. ഒന്നും നേരത്തെ രൂപകൽപ്പന ചെയ്യുകയോ കൈപ്പുസ്തകം നോക്കി പഠിക്കുകയോ ചെയ്തല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങൾ ഉണ്ടാകുന്നത്. അവർ സ്വാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്നാണ് AA പിറക്കുന്നത്. അവരുടെ അനുഭവങ്ങൾക്ക് 1000 പാഠപുസ്തകങ്ങളെക്കാൾ വിലയേറിയ പാഠങ്ങൾ നൽകുവാനുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങൾക്ക് ഒരു മനഃശാസ്ത്രജ്ഞനോ സമൂഹശാസ്ത്രജ്ഞനോ കണ്ടെത്താനാവാത്ത സാധ്യതകളുടെ ഒരു ശിഖരം കൈമാറ്റം ചെയ്യപ്പെടാനുണ്ടായിരുന്നു. അവരുടെ അനുഭവത്തിന് യാഥാർത്ഥ്യബോധത്തിന്റെയും ഒപ്പം തന്നെ സുബോധാവസ്ഥ നിലനിർത്തുന്നതിന്റെ മായികത ഉണ്ടാക്കിയെടുക്കുന്നതിന്റെയും സാധ്യതയുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങൾ ലോകത്തുള്ള അമിതമദ്യാസക്തരുടെയൊക്കെയും മദ്യപാനികളുടെയൊക്കെയും അനുഭവജ്ഞാനത്തിന് തുല്യമായ ഒന്ന് തന്നെയായിരുന്നു. പ്രത്യാഘാതങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവരുടെ അനുഭവങ്ങൾ വിളിച്ചോതിയത് അമിതമദ്യാസക്തിയിലേക്കുള്ള യാത്രയ്ക്ക് ചില പൊതു സ്വഭാവങ്ങളുണ്ട് എന്നായിരുന്നു. ഈ അനുഭവത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഗ്രന്ഥം 1939 പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഈ സംഭവങ്ങൾ അയവിറക്കുന്നത്. സാധാരണ ഞാൻ AA പാഠങ്ങളിലേക്കോ AA പടികളിലേക്കോ പാരമ്പര്യങ്ങളിലേക്കോ നേരിട്ട് പ്രവേശിക്കുന്ന ഞാൻ ഇന്ന് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പിറക്കാനുള്ള സംഭവ കഥകൾ പറയുന്നതിന് പ്രത്യേകതയുണ്ട്. എബിയുടെ അനുഭവജ്ഞാനത്തിൽ നിന്നാണ് AA ആശയങ്ങൾ പിറവികൊള്ളുന്നത്. എബിയുടെ അനുഭവജ്ഞാന പ്രക്രിയയെ എങ്ങനെ മറ്റുള്ളവർക്ക് സ്വാധീനിക്കുവാൻ, മറ്റുള്ളവർക്ക് സ്വരൂപിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ജന്മം കൊള്ളുന്നത്. അത് മനഃശാസ്ത്രത്തിന്റെയും മനോരോഗ ചികിത്സയുടെയും മതത്തിന്റെയും ഒരു സംയുക്താവസ്ഥയായിരുന്നു. ഇറ്റ് ഈസ് മിക്സ്ചർ ഓഫ് സൈക്യാട്രി, സൈക്കോളജി ആൻഡ് റിലീജിയൻ. അത് ശാസ്ത്രീയമായ ഒരു പുതിയ സംവിധാനമായി രൂപം കൊള്ളുകയായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ മനഃശാസ്ത്രം പഠിച്ചവരല്ല എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. മനഃശാസ്ത്രപരമായ അന്വേഷണത്തിന്റെ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ പടികൾ എന്നുള്ളതാണെങ്കിൽ തന്നെയും പടികളുടെ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് ഡോക്ടർമാരല്ല, കൗൺസിലർമാരല്ല, മനഃശാസ്ത്രജ്ഞരല്ല. എങ്ങനെയാണ് ജീവിതത്തിന്റെ ചര്യകൾ, ജീവിതത്തിന്റെ പടികൾ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന് രൂപകൽപ്പന നടത്തിയിട്ടുള്ളവർ പാരമ്പര്യം ഒരുക്കുമ്പോൾ ആ പാരമ്പര്യം ഒരുക്കുവാനുള്ള 12 പാരമ്പര്യങ്ങൾ ഒരു സാമൂഹിക സംഘടന, ഒരു പ്രസ്ഥാനമായി മാറാനുള്ള വേരുകളോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. പാരമ്പര്യങ്ങളിൽ നിന്നാണ് അതൊരു പ്രസ്ഥാനമായി മാറുന്നത്. പാരമ്പര്യങ്ങളിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്. പാരമ്പര്യങ്ങളിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അത്ഭുത ശക്തി, ദിവ്യശക്തി മറ്റുള്ളവർക്ക് അനുഭവജ്ഞാനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. 12 പാരമ്പര്യങ്ങളാണ് സുബോധാവസ്ഥയെ നിലനിർത്തുന്നതിന് ഏറെ സഹായിക്കുന്നതായിരുന്നത്. സാമൂഹികമായ പ്രാധാന്യം ഈ പാരമ്പര്യങ്ങൾക്കുണ്ട്. വ്യക്തിപരമായ പാരമ്പര്യം ഈ 12 പടികൾക്കുമുണ്ട്. 12 പടികളാണ് ഒരു വ്യക്തിയുടെ സമൂലമായ മാറ്റത്തിന് വിധേയമാക്കുന്ന കോണിപ്പടികൾ കയറി മീതേക്ക് പോകുവാനുള്ള ഒരു സാധ്യത ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നിലേക്ക് വെക്കുന്നത്. 12 പടികളാണ് ജീവിതത്തെ ട്രാൻസ്ഫർമേഷൻ, ഒരു പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ നടത്തുന്നതിന് യുക്തമായി തീരുന്നത്. ഒരു വ്യക്തിയെ ആകെ മാറ്റിമറിക്കുന്നതിന് ഉതകുന്ന തരത്തിലേക്കുള്ള അത്ഭുത സിദ്ധി ഒരാൾ അനുഭവിക്കുന്നത് 12 പടികളിൽ നിന്നാണ്. ഈ 12 പടിവുകളും പാരമ്പര്യങ്ങളുമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സത്ത.
ഇതിൽ നിന്നാണ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമാണ്. 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കാലം തെളിയിച്ചിരിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ടൈം ടെസ്റ്റഡ് ലൈഫ് പാറ്റേൺ ആണ്, ലൈഫ് സിസ്റ്റമാണ്. ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന് പല ദേശങ്ങളിലുള്ള ആളുകളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുവാൻ തക്ക തരത്തിൽ ഫലപ്രദമാണ് എന്ന് മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ടൈം ടെസ്റ്റഡ് ഇംപ്രഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിരന്തരമായ ഉപയോഗത്തിൽ നിന്ന് ഒന്ന് കണ്ടെത്തുന്നത് ഉണ്ടായിരുന്നു ഇതിന് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പിറവിക്ക് പിന്നിൽ എന്നർത്ഥമുള്ളത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അമിതമദ്യാസക്തരുടെ ദുരന്ത ജീവിതത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പിറക്കുന്നത്. അന്വേഷണത്തിൽ നിന്നല്ല, ഗവേഷണത്തിൽ നിന്നല്ല, അനുഭവജ്ഞാനത്തിന്റെ ദിവ്യശക്തിയിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പിറക്കുന്നത്. അത് ടൈം ടെസ്റ്റഡ് ആണ്. ഞാൻ വീണ്ടും ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ പരസ്യം പറയുമ്പോൾ പറയേണ്ടത് കാലം തെളിയിച്ചിരിക്കുന്നു ഇതിന്റെ മേന്മ എന്നുള്ളത്. ലോകത്താകമാനമുള്ള അമിതമദ്യാസക്തരുടെ സഞ്ചയത്തിൽ നിന്നാണ്, ഒത്തുചേരലിൽ നിന്നാണ് 1935 പിറക്കുന്നത് എന്നർത്ഥം. രണ്ടാമത്തത്, ഇത് വിശ്വാസയോഗ്യമാണ്. ഇതിന് ഫലപ്രദമായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഇതിന് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിനും മാറ്റിമറിക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള വിശ്വസനീയമായിരിക്കുന്ന തെളിവുകളുണ്ട്. 1935 നിന്ന് 39 എത്തുമ്പോൾ ആക്രോൺ സിറ്റിയിൽ മാത്രമല്ല, ന്യൂയോർക്കിന്റെയും ഒക്കെയും പ്രാന്തപ്രദേശങ്ങളിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പുകളിലൂടെ സുബോധാവസ്ഥ നിലനിർത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് കാണുകയായിരുന്നു. ഒരാൾ മറ്റു പലർക്കും വെളിച്ചമായി മാറുകയായിരുന്നു. ബില്ലും ബോബും പണിതുയർത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു പ്രസ്ഥാനം, അവരിൽ നിന്ന് അനുഭവജ്ഞാനത്തിലൂടെ ഏറ്റുവാങ്ങിയിരിക്കുന്ന പലരും പല ഭാഗങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. ഒരു അണു പൊട്ടിത്തെറിക്കുമ്പോൾ പല അണുക്കളോ രൂപങ്ങളോ ഉണ്ടാകുന്നു. അതിൽ നിന്ന് പലതും വീണ്ടും വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ 35 നിന്ന് 1950 എത്തുമ്പോഴേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എയുടെ സന്ദേശം എത്തിക്കഴിഞ്ഞിരുന്നു. എയുടെ സന്ദേശം ഇക്കാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ അന്നത്തെ ബോംബെയിലുള്ള ഒരു ഇംഗ്ലീഷുകാരൻ പത്രത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നത്. മദ്യാസക്തിയെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരുണ്ടോ, ബന്ധപ്പെടുക എന്ന് പറയുന്ന ഒരു ഫോൺ നമ്പറോട് കൂടിയാണ് 1950കളിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഡെക്കാൻ ഹെറാൾഡിന്റെയും ഒക്കെയും പത്രത്തിൽ ഈ സായിപ്പ് പരസ്യം ചെയ്തത്. ഈ പരസ്യത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശ്വാസ്യത വിളിച്ചു പറയുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നത്. ഒന്നാമത്തത്, കാലം പരിശോധന നടത്തി ഇതിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാലം സാക്ഷി, ഇതൊരു വിജയപ്രദമായ മാർഗമാണ് എന്നുള്ളത്. 2, വിശ്വാസയോഗ്യമായിരിക്കുന്ന ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഇത് എന്നുള്ളത്. മൂന്നാമത്തത്, ഒരാളിലല്ല പല ആളുകളിലും ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനം കൊള്ളുന്നുണ്ട് എന്നുള്ള കണ്ടെത്തൽ. ഒരു ജനറൽ എഫക്റ്റ് ഉണ്ട്. അത് ഒരാൾക്കല്ല, അത് പലർക്കുണ്ടാകുന്ന മാറ്റമാണ്. എയുടെ അത്ഭുതമായ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ്. ഒരാൾ അങ്ങനെ മാറിപ്പോയി എന്ന് പറയാമെങ്കിൽ അത് ആപേക്ഷികമാണ്, അത് ആകസ്മികമാണ്. എന്നാൽ പലരും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പൊതുവായ കണ്ടെത്തലിന്റെ സാധ്യതയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മനസ്സിലാക്കുന്നത്. അത് പലർക്കും പാഠമായിരുന്നു. ഒരു പൊതു ഫലപ്രദമായിരിക്കുന്നു. ഒരു മരുന്ന് ഒരാളിനല്ല, പല ആളുകൾക്ക് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് അത് മരുന്നാകുന്നത്. അതുകൊണ്ടാണ് ഒരു മരുന്ന് വാക്സിൻ ആയാൽ പോലും പലർക്കും അത് ഉപയോഗപ്പെടുത്തി അവരിൽ നിന്നുള്ള പരിശോധനയിൽ നിന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് മരുന്നായി കണക്കാക്കപ്പെടുന്നത്. ഒരാൾക്ക് മരുന്ന് ഫലപ്രദമായി മറ്റു പലർക്കും ഫലപ്രദമായില്ല എന്ന് പറയുമ്പോൾ അത് ഉപയോഗശൂന്യമായ ഒന്നാണ് എന്ന് വരുന്നു.
ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രയോജനപ്രദമായ, ഉപയോഗപ്രദമായ, പലരിലും മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കതായ അനുഭവം ഉണ്ടാക്കുന്നത് കണ്ടു. അതിന്റെ പ്രത്യാഘാതങ്ങൾ അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന മാറ്റം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ്. ടൈം ടെസ്റ്റഡ് സിസ്റ്റം, ലിവിംഗ് ലേണിംഗ് സിസ്റ്റം, then reliable and resultful method of intervention, വിശ്വാസയോഗ്യവും ഫലപ്രദവുമായ ഇടപെടൽ. 3, ഒരാളെയല്ല പല ആളിനെയും ഇത് മാറ്റിമറിക്കുന്നു എന്നുള്ള തീരുമാനം, എന്നുള്ള അറിവ്. ഈ 3 ഘടകങ്ങളിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രയോജനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയുള്ളതാണോ എന്ന് ഒരാൾക്ക് ചോദിക്കാവുന്നതാണ്. യുടെ അന്തർദേശീയ ലഘുലേഖകളിൽ ഒന്ന് അതാണ്. എനിക്ക് വേണ്ടിയുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിന് ഒരു ചോദ്യാവലി പൂരിപ്പിക്കുന്നുണ്ട്. ആ ചോദ്യാവലിയിലുള്ള ഏതാനും ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരത്തിൽ നിന്ന് നിങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല എന്നുള്ള തീരുമാനം എത്തുവാൻ സഹായിക്കുന്നു എന്നുള്ളത്. ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: നിങ്ങൾ കുറെ കാലമായി കുടി നിർത്താൻ ശ്രമിച്ചിരുന്നുവോ? ഒരാഴ്ചക്കാലത്തേക്ക് കുടി നിർത്താൻ ശ്രമിച്ചിരുന്നുവോ? ശ്രമിച്ചു, പരാജയപ്പെട്ടു. നിങ്ങൾക്ക് വാതിൽ തുറക്കുന്നു. എന്റെ മദ്യപാനത്തെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത് നിർത്തുവാൻ ഞാൻ ആവശ്യപ്പെട്ടുവോ? രണ്ടാമത്തെ ചോദ്യം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കുടി നിർത്താൻ നിങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടുവോ? ഉണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അമിതമദ്യാസക്തരുടെ ഈ കൂട്ടായ്മ ആവശ്യപ്രദമല്ല. മറിച്ച് പലതവണ മദ്യപാനം നിർത്തി നിങ്ങൾ വീണ്ടും കുടിച്ചു എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തത്, നിങ്ങളുടെ മദ്യപാനത്തെക്കുറിച്ച് ജനങ്ങൾ പറയുമ്പോൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ മദ്യപാനത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ വിഷമം പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ അസ്വസ്ഥരായോ? നിങ്ങൾ അവരെ നിർത്തിക്കുവാൻ ശ്രമിച്ചു എന്നാണെങ്കിൽ അമിതമദ്യാസക്ത, നിനക്ക് കൂട്ടിനുണ്ട്. മൂന്നാമത്തത്, കുടിക്കാതിരിക്കാൻ വേണ്ടി, കുടി കുറക്കുന്നതിന് വേണ്ടി നിങ്ങൾ പല ബ്രാൻഡുകൾ പരിശോധിച്ച് നോക്കിയോ? നിയന്ത്രിച്ച് കുടിക്കുവാൻ സാധിക്കാവുന്ന ഒരവസ്ഥയിൽ എത്തിയെങ്കിൽ ആഹ്ലാദകരമാണ് എന്നുള്ള തീരുമാനത്തോടുകൂടെ നിങ്ങൾ പല രീതിയിലുള്ള മദ്യം ഉപയോഗിച്ചിരുന്നുവോ? അങ്ങനെയാണെങ്കിൽ, ഉണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു അമിത മദ്യാസക്തനാണ്. 4, കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാവിലെ തന്നെ കുടിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ വൈകുന്നേരം കുടിക്കുന്നതിനെ കുറിച്ചും പ്ലാൻ ചെയ്യാൻ തുടങ്ങിയോ? ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മദ്യം നിങ്ങൾക്ക് അനിവാര്യമായോ? മദ്യം നിങ്ങളുടെ മനസ്സ് കാക്ഷിക്കുവാൻ തുടങ്ങിയോ? നിങ്ങൾ രാവിലെ തന്നെ മദ്യപിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ആവശ്യമായി വരുന്നു. നിങ്ങൾ രാവിലെ തന്നെ അന്ന് വൈകുന്നേരം കുടിക്കേണ്ടുന്ന മദ്യപാനത്തെ കുറിച്ചിട്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി മനസ്സിൽ, നിങ്ങൾക്കുള്ളതാണ്. അഥവാ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മദ്യം നിങ്ങളുടെ മനസ്സിൽ കലവില കൂട്ടുന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്കുള്ളതാണ്. 5, മിതമായി മദ്യപിക്കുന്നവരോട് നിങ്ങൾക്ക് അസൂയ തോന്നിയോ? കുടിയുടെ ആദ്യഘട്ടത്തിൽ കൂടുതൽ കുടിക്കുന്നവനാണ് രാജാവ്, കൂടുതൽ കുടിക്കുന്നവനാണ് സ്ഥാനമാനം, കൂടുതൽ കുടിക്കുന്നവനാണ് കൂടുതൽ ആരോഗ്യമുള്ളവൻ, അവൻ 6 പെഗടിച്ചാലും ഒരു കുലുക്കമില്ലാത്തവനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന കാലമാണത്. മണ്ടത്തരമാണത്. എന്നാൽ മിതമായി മദ്യപിക്കുന്നവരോട് നിങ്ങൾക്ക് പിൽക്കാലത്ത് അസൂയ തോന്നിയോ? സങ്കടം തോന്നിയോ? നിങ്ങൾക്കത് അസാധ്യമെന്ന് തോന്നിയോ? ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്കുള്ളതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ. ഒപ്പം തന്നെ നിങ്ങൾ മദ്യപിക്കുകയും മദ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തു. മദ്യം നിങ്ങൾക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? മദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിടങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയോ? ജോലി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയോ?
നിങ്ങൾ നല്ല പോലെ വേരുറച്ച് കിടക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അമിത മദ്യാസക്ത നിങ്ങൾക്ക് അപ്പോൾ കൂട്ടിനുണ്ട്. എന്റെ മദ്യപാനം മറ്റുള്ളവരിൽ പ്രശ്നം സൃഷ്ടിച്ചോ എന്നുള്ളതാണ് 7ാമത്തെ ചോദ്യം. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഭാര്യയെ ബുദ്ധിമുട്ടിച്ചോ? നിങ്ങളുടെ മദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുവോ? നിങ്ങളുടെ അമിത മദ്യപാനം നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് തീരാ വേദനയ്ക്ക് കാരണമായോ? ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്കുള്ളതാണ് അങ്ങനെയാണെങ്കിൽ. 8, മദ്യം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് കിട്ടുവാൻ ആഗ്രഹിച്ചുവോ? അല്പം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാതെ വീണ്ടും വീണ്ടും മദ്യപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചുവോ? വീണ്ടും വീണ്ടും മദ്യപിക്കുവാൻ വേണ്ടി നിങ്ങൾ യത്നം നടത്തിയോ? വീണ്ടും മദ്യപിക്കുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിയോ? അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനായോ? യാതൊരു സംശയവുമില്ല, ഈ 9ാമത്തെ ഘടകം നിങ്ങളോട് പറയുന്നത് കുടി അനിയന്ത്രിതമായി നിങ്ങൾക്ക് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മദ്യപാനം നിർത്താൻ ശ്രമിക്കും തോറും മദ്യപാനം അനിയന്ത്രിതമായി കഴിഞ്ഞു വരുന്നുണ്ടെങ്കിൽ, ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളെ കാത്തിരിക്കുന്നു. ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ മദ്യപാനം മൂലം മുടക്കം സംഭവിക്കുകയും ജീവിതത്തിൽ അത്തരത്തിലുള്ള മൂല്യവ്യവസ്ഥിതി ഇല്ലാതായിത്തീരുകയും പദവി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഭാര്യ പിരിഞ്ഞു പോകുന്നത് ചിലപ്പോൾ വിഷമത്തോടെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തൊഴിലാളി നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കുവാനുള്ള ശ്രമം ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നിങ്ങളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരിൽ തന്നെയുള്ള ചിലർ നിങ്ങൾ അപമാനിക്കുവാൻ തക്കതായ രീതിയിൽ നിങ്ങൾ പെരുമാറുന്നുവെങ്കിൽ, അപമാനിക്കുന്നുണ്ടെങ്കിൽ, പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുന്നുണ്ടെങ്കിൽ, റൈറ്റ്, ഈസ് ഫോർ യു. നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെ ഒക്കെ അത് താറുമാറാക്കി തുടങ്ങി എന്നർത്ഥമുള്ളത്. 11ാമത്തെ ഘടകം, നിങ്ങൾക്ക് ബ്ലാക്ക് ഔട്ട് സംഭവിച്ചോ? കുടിക്കുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്നറിയാത്ത തരത്തിലുള്ള കുടിയാണ്. രാവിലെ കുടിക്കാൻ തുടങ്ങുന്നു, രാത്രി എപ്പോഴാണ് ഉറങ്ങിയതെന്നറിയില്ല, ഉറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല, പിറ്റേന്ന് നട്ടുച്ചക്കോ വൈകുന്നേരമോ എഴുന്നേൽക്കുന്നു. 12 മണിക്കൂറിലധികം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവാത്ത തരത്തിൽ അത് കുഴമറിഞ്ഞു കിടക്കുന്നു. ബ്ലാക്ക് ഔട്ട് സംഭവിക്കുന്നു. യെസ് ജെന്റിൽമാൻ ഓർ ലേഡി, ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. 12ാമത്തേത്, അവസാനത്തേത്, കുടി നിർത്തിയാൽ എന്റെ ജീവിതം കൂടുതൽ മെച്ചമാകുമെന്ന് തിരിച്ചറിയുന്നുവോ? കുടിക്കുന്നതും കുടിക്കാത്തതും തമ്മിലുള്ള വ്യവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുവോ? കുടി നിർത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്കുള്ളതാണ്. ഈ 12 ഘടകങ്ങളിൽ നിന്നാണ് 12 പടികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഈ 12 സാധ്യതകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ എന്നുള്ള സാധ്യതകൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. 1, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മദ്യം നിർത്തി വീണ്ടും കുടിക്കുന്നുണ്ടോ? ഒരാഴ്ചയോളം നിങ്ങൾ കുടി നിർത്തുവാൻ നിങ്ങൾ ശ്രമിച്ചു, പരാജയപ്പെട്ടുവോ? 2, മദ്യപാനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാകുന്നുണ്ടോ? 3, കുടി അധികമാകാതിരിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള മദ്യം നിങ്ങൾ മാറ്റി ഉപയോഗിച്ചു നോക്കിയോ? 4, കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ദൈനംദിന നടപടികൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മദ്യത്തെക്കുറിച്ച് ആലോചിക്കാനും ഉപയോഗിക്കുവാനും തുടങ്ങിയോ? 5, മിതമായി മദ്യപിക്കുന്നവരോട് നിങ്ങൾക്ക് അസൂയയും അസന്തുഷ്ടിയും തോന്നി തുടങ്ങിയോ? 6, മദ്യപാനം വീട്ടിൽ വിഷമങ്ങൾ, കുടുംബത്തിൽ വിഷമങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയോ? 7, എന്റെ മദ്യപാനം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളായി തീരുന്നുണ്ടോ? മറ്റുള്ളവർക്ക് അസ്വസ്ഥതയായി തീരുന്നുണ്ടോ? മറ്റുള്ളവരുടെ രോഗത്തിന് കാരണമായി തീരുന്നുണ്ടോ? 8, മദ്യം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കിട്ടുവാൻ നിങ്ങൾ ആഗ്രഹിച്ചുവോ? 9, മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്തോറും കുടി അനിയന്ത്രിതമായി പടികയറി മീതോട്ടേക്ക് പോയോ? 10, ജോലി, സാമ്പത്തികാവസ്ഥ, വിദ്യാഭ്യാസമാണെങ്കിൽ അത്, ഇതൊക്കെയും തന്നെയും നിങ്ങൾക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയോ?
11 കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുബോധാവസ്ഥ ഇല്ലാത്ത മണിക്കൂറുകളും ദിവസങ്ങളും ഉണ്ടാകുവാൻ തുടങ്ങിയോ? ഒന്നും ഓർമ്മയില്ലാതെ വന്നു തുടങ്ങിയോ? 12 കുടി നിർത്തിയാൽ എന്റെ ജീവിതത്തിന് മാറ്റം വരുമെന്നുള്ളത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുവോ, മനസ്സിൽ വിചാരിക്കുന്നുവോ? ഒരു അമിത മദ്യാസക്തൻ യാതൊരു സംശയമില്ല ഈ 12 ചോദ്യങ്ങൾക്കും അതെ 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 എന്ന് തന്നെയായിരിക്കും ഉത്തരം എഴുതുക. ഈ 12 ചോദ്യങ്ങളിൽ 7 ചോദ്യങ്ങൾക്ക് അതെ എന്ന് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു രോഗിയാണ്. നിങ്ങൾക്ക് അമിത മദ്യാസക്തിയിൽ നിന്നുള്ള രക്ഷപ്പെടുന്നതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴികൾ പ്രധാനപ്പെട്ടതായിത്തീരുന്നു. ഞാൻ വളരെയേറെ വിസ്തരിക്കുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളാണ് ഏറ്റവും വലിയ പാഠം. കാരണം പാഠങ്ങൾ അനുഭവ പാഠങ്ങളിൽ നിന്നാണ്, അനുഭവജ്ഞാനത്തിൽ നിന്നാണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ രൂപം കൊള്ളുന്നത്. മനഃശാസ്ത്രത്തിലെ പഠനശാസ്ത്രത്തിലെ 2 രീതികളാണ് അനുഭവജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ തന്നെ സ്വയം അനുഭവിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ ചില വിഷയങ്ങൾ തിരിച്ചറിയുന്നു. ആ മനഃശാസ്ത്രപരമായ ഒരു പ്രക്രിയയിൽ നിന്നാണ് 12 പടികൾ ഉണ്ടായിത്തീരുന്നത്. 12 പാരമ്പര്യങ്ങൾ പങ്കാളിത്ത പഠനത്തിൽ നിന്നാണ്, പാർട്ടിസിപ്പേറ്ററി ലേണിംഗിൽ നിന്നാണ്. 2 ലേണിംഗ് ഞാൻ പറയുന്നു. ഒന്ന് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അനുഭവജ്ഞാനം. രണ്ടാമത്തത് പാർട്ടിസിപ്പേറ്റിംഗ് ലേണിംഗ്, പങ്കാളിത്ത പഠനം, ഒന്നിച്ചുള്ള പഠനം, കൂട്ടായ്മയിൽ നിന്നുള്ള പഠനം. അത് നിങ്ങളുടെ പാരമ്പര്യത്തെയും ഉണ്ടാക്കുന്നു. ഞാൻ പടികളിൽ നിന്നുള്ള പാഠങ്ങൾ പറയാം. മദ്യപിക്കുന്ന ഒരാൾ എപ്പോഴും തനിക്കത് നിയന്ത്രിച്ചു കുടിക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മദ്യപിക്കുന്ന ഒരാൾ കണക്കാക്കുന്നത് മദ്യത്തെ ഞാൻ നിയന്ത്രിച്ചു കഴിയുമെന്ന് തന്നെയാണ്. എനിക്ക് ഏത് സമയത്തും അത് നിർത്താൻ സാധിക്കുമെന്ന് അയാൾ വ്യാമോഹിക്കുന്നു. അത് പരാജയപ്പെടുകയും ചെയ്യുന്നു. മദ്യത്തിന് മുന്നിൽ താൻ അടിയറവ് പറയുന്നുവോ എന്നുണ്ടെങ്കിൽ, അമിത മദ്യാസക്തൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അമിത മദ്യാസക്ത അത് ചെയ്യുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ പടിയായി മദ്യത്തിന് മുന്നിൽ ഞാൻ അശക്തനാണ്. എന്റെ ജീവിതം അമിത മദ്യപാനത്തിന് മുന്നിൽ അനിയന്ത്രിതവും തകർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് സത്യത്തിൽ നിങ്ങളോട് പറയുന്നത് ഇത്രമാത്രമാണ്. നിങ്ങളൊരു ആത്മവിശകലനത്തിന് തയ്യാറാണ്. നിങ്ങളൊരു സെൽഫ് അനാലിസിസ് നടത്താൻ തയ്യാറാണ്. നിങ്ങൾ നിങ്ങളുടെ തകരാറുകൾ തിരിച്ചറിയുന്നതിന്, നിങ്ങൾ നിങ്ങളുടെ വീഴ്ചകൾ മനസ്സിലാക്കുന്നതിന്, നിങ്ങൾ ചെയ്തിരിക്കുന്ന മണ്ടത്തരങ്ങൾ എണ്ണി മനസ്സിലാക്കുന്നതിന് തയ്യാറാണോ? ആത്മവിശകലനം നടത്തുന്ന ആളിനെ തിരുത്തലുകൾ സാധിക്കുകയുള്ളൂ. ആത്മവിശകലനം നടത്തുന്ന ആളിനെ തന്റെ തെറ്റുകൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആത്മവിശകലനത്തിൽ നിന്നാണ് നമ്മുടെ നടവഴിയുടെ പരിശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഏതു വഴിക്ക് പോകണമെന്നുള്ളതിന്റെ പരിശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ആത്മവിശകലനത്തിൽ നിന്നാണ്. ഞാൻ എന്റെ കണ്ണാടിയിൽ നോക്കുന്നതിന് തുല്യമായ ഒരു പ്രക്രിയയാണത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ ധൈര്യത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 1-ാം പടി പൂർത്തീകരിക്കപ്പെടുന്നത്. ഞാൻ മദ്യത്തിന് മുന്നിൽ അശക്തനാണ്, അശക്തയാണ്. ഞാൻ എന്റെ ജീവിതം താറുമാറായത് മനസ്സിലാക്കുന്നു. കണ്ണാടി എന്നോട് വിളിച്ചു പറയുന്നു, ഹേ മദ്യപാനി, നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായിരിക്കുന്നു, എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്ന് പറയുന്നത്. ഞാനിത് വളരെ ലളിതമാണിത്. അഹന്ത ഉള്ള ഒരാളിന്, തന്റെ ജീവിതത്തിന് ഇപ്പോഴും എന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആളിന്, ഞാൻ മദ്യപിക്കും, ഏത് കാലത്തും മദ്യം എനിക്ക് നിർത്താൻ സാധിക്കുമെന്ന് കരുതുന്ന ആളിന് മാറ്റത്തിന്റെ 1-ാം പടി കയറാൻ സാധ്യമല്ല എന്നർത്ഥം. മാറ്റത്തിന്റെ 1-ാം പടി കയറാൻ സാധ്യമല്ല എന്നർത്ഥം. മാറ്റത്തിന്റെ 1-ാം പടിയിൽ കാലെടുത്ത് വെക്കാൻ പോലും സാധിക്കുകയില്ല എന്നർത്ഥം. ഈ ആത്മവിശകലനത്തിൽ നിന്നാണ്, സ്വയം അപഗ്രഥനം നടത്തുന്നതിൽ നിന്നാണ് മാറ്റത്തിന്റെ ആദ്യ പടി എത്തുന്നത്. ഹേ അമിത മദ്യാസക്ത, നീ മാറ്റം ആഗ്രഹിക്കുന്നുവോ? നീ നിന്നെ തന്നെ വിലയിരുത്തുക. നീ നിന്നെ ഒരു കണ്ണാടിയിൽ എന്ന തരത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ അപഗ്രഥിക്കുക. നീ ചെയ്തു കൂട്ടിയിരിക്കുന്ന കോപ്രായങ്ങളും പോക്രിത്തരങ്ങളും എന്താണ് എന്നുള്ളത് സത്യസന്ധമായി വിലയിരുത്തുക. അങ്ങനെയാണെങ്കിൽ
AA പാഠം, 1-ാം പാഠം നിങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പടിയെത്തുമ്പോൾ പറയുന്നു, എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി, എന്റെ ജീവിതം താറുമാറായി, എന്റെ ജീവിതം അടിമേൽ മറിഞ്ഞു, കീഴ്മേൽ മറിഞ്ഞു, ഇനി എനിക്ക് എന്തു വേണം? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാഠം പറയുന്നു, നിങ്ങളെക്കാൾ വലിയ ഒരു ശക്തിക്ക് സാധിക്കും. നിങ്ങൾക്ക് സാധിച്ചില്ല, നിങ്ങളെപ്പോലെ ശക്തിയുള്ള അനേകം മനുഷ്യർക്കും സാധിച്ചില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സാധിച്ചില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സാധിച്ചില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കോ സുഹൃത്തുക്കളുടെ നിങ്ങളുടെ മദ്യപാന ആസക്തി നിലനിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എന്നെക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ, ശക്തി, എ പവർഫുൾ വൺ, എന്നെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ എന്നെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ബിലീഫ് എന്നുള്ളതിന് ഇവിടെയാണ് മതത്തിൽ നിന്നുള്ള ഒരു അംശത്തെ ആൽക്കഹോളിക്സ് അനോണിമസ് കടം വാങ്ങുന്നത്. ആദ്യത്തേത് മനഃശാസ്ത്ര പാഠമാണെങ്കിൽ രണ്ടാമത്തേത് മതത്തിൽ നിന്നുള്ള ഒരു പാഠമാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തെളിവ് വേണ്ടതില്ല, എനിക്ക് എന്റെ അനുഭവം മതി. ഞാൻ ഗവേഷണം നടത്തി, പരീക്ഷണം നടത്തി, തെളിവുകൾ വെച്ചുകൊണ്ട് തെളിയിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ എന്റെ ജീവിതം മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം, ഫെയ്ത്ത്, ഒരു മതവിശ്വാസം പോലെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ഒന്ന്. രണ്ടാമത്തെ പടി പറയുന്നത് നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുന്നുവോ എന്നുള്ളതാണ്. നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുവോ എന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ പരാജയങ്ങളിൽ വിശ്വസിക്കുന്നുവോ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ദുരന്തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയം അംഗീകരിക്കുവാൻ സാധിക്കുമോ, അത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങളെക്കാൾ ഒരു വലിയ ശക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നത്. നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതാണ് AA നൽകുന്ന പാഠം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ പടിയിലെത്തുമ്പോഴത്തേക്ക് അടുത്ത പാഠം വരും. ഇച്ഛകളും ജീവിത രീതിയും ദൈവത്തിന്റെ സംരക്ഷണത്തിന് വിട്ടുകൊടുത്തു. ഞാൻ കണ്ടെത്തുന്ന ദൈവത്തിന്, ദൈവം എന്നുള്ളത് നമ്മുടെ വ്യവസ്ഥാപിത ദൈവങ്ങളല്ല, മറിച്ച് അനുഭവത്തിന്റെ മുന്നിൽ നിങ്ങൾ തിരിച്ചറിയുന്ന നിങ്ങളെക്കാൾ വലിയൊരു ശക്തി. അത് നിങ്ങളുടെ മതം തന്നെ പറയുന്ന ഒന്നാകാം, ആകാതിരിക്കാം. എന്നാൽ അതിന് സാധാരണ മതം നൽകുന്നതിനേക്കാളും വലിയൊരു ശക്തിയുണ്ട്. മതവിശ്വാസികൾ അമിത മദ്യപാനം മൂലം മതഭക്തിയുള്ളവരും മരിച്ചു പോകുന്നതും തകർന്നു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനാലയത്തിൽ വെച്ച് മരിച്ച ഒരു അമിത മദ്യാസക്തനെ കുറിച്ച് എനിക്കറിയാം. അയാൾ പ്രാർത്ഥനയും നടത്തുന്നു, മദ്യപാനവും നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ അതുകൊണ്ട് വ്യവസ്ഥാപിതമായ ദൈവസങ്കല്പമല്ല AA നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ കണ്ടെത്തുന്ന ദൈവം, ആ ദൈവത്തിന്റെ പൂർണ്ണ സംരക്ഷണത്തിന് നിങ്ങൾ തയ്യാറാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യ പാഠം നിങ്ങളുടെ അഹന്ത വലിച്ചെറിയലാണ്. രണ്ടാമത്തെ പാഠം നിങ്ങളെക്കാൾ വലിയ ഒന്നിനെ കാണലാണ്. 3, നിങ്ങളെക്കാൾ വലിയ ഒന്നിനു മുന്നിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനും കീഴടങ്ങുവാനും തയ്യാറുണ്ടോ? ആർ യു റെഡി ടു മേക്ക് എ ചേഞ്ച്? മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണോ? റെഡി ടു കറക്റ്റ്, തിരുത്തലിന് നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തെ, ഞാൻ തിരിച്ചറിയുന്ന ദൈവത്തെ, ഞാൻ തിരിച്ചറിയുന്ന ശക്തിയെ, ചിലപ്പോൾ അതൊരു ആശയമാകാം, ചിലപ്പോൾ അതൊരു സങ്കല്പമാകാം, ചിലപ്പോൾ അത് ഒരു പുണ്യഗ്രന്ഥമാകാം. അത് വേണമെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നിങ്ങളുടെ പരമപ്രധാനമായ പുണ്യഗ്രന്ഥമാകാം, പരിശുദ്ധ ഗ്രന്ഥമാകാം, അതിൽ നിങ്ങൾ കീഴടങ്ങുന്നു. ഈ 3 പടികളിൽ നിന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു പ്രവർത്തകൻ മനസ്സിലാക്കേണ്ടുന്ന ഒന്നുണ്ട്. ഈ 3 പാഠങ്ങളും ചേർന്ന് കിടക്കുന്നതാണ്. ഈ 3 പടികളും ഒന്നിച്ചു കിടക്കുന്നതാണ്. ഒന്നിൽ നിന്ന് കയറുക എന്നുള്ളത് എളുപ്പകരമാണ്. 2 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ 3 എന്ന് പറയുന്നത് സുഖകരമായ അവസ്ഥയുമായിട്ട് മാറുന്നു. ദീസ് 3 സ്റ്റെപ്സ് ആർ ഇന്റഗ്രേറ്റഡ്, കൂടിക്കുഴഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. ഞാനത് എന്തുകൊണ്ട് എന്ന് പറയാം. ആദ്യത്തെ പടി സ്വീകരിക്കുന്ന ആളാണ് തന്നെ കുറിച്ചിട്ടുള്ള തിരുത്തൽ നടത്താൻ തയ്യാറാവുന്നത്. തിരുത്തൽ നടത്താൻ തയ്യാറാകുന്ന ആൾ 3ാമത്തെ പടിയിൽ എത്തുന്ന പ്രശ്നമില്ല. ദൈവത്തിന്റെ സംരക്ഷണത്തിന്, ഞാൻ കണ്ടെത്തുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിന് വിധേയമാണെങ്കിൽ ഞാൻ ദുർബലനായി എന്ന് കണ്ടെത്തണ്ടേ? ദുർബലനായി എന്ന് അയാൾ വിശ്വസിക്കണ്ടേ?
അതുപോലെ തന്നെയാണ് 3-ാം പടിയിൽ എത്തണമെങ്കിൽ ഞാൻ നിസ്സഹായനാണ്, ഞാൻ വലിയ ശക്തിയെ കാത്തിരിക്കുന്ന ഒരാളാണ് എന്നുള്ളിടത്ത് എത്തുന്നത്. നിങ്ങളെ 3 പാഠങ്ങൾ പഠിപ്പിക്കുന്നു 3 പടികളിൽ നിന്ന്. ഒന്ന്, നിങ്ങൾ അഹന്ത കൈവടിഞ്ഞുകൊണ്ട് നിങ്ങൾ മദ്യത്തിന് മുന്നിൽ അശക്തയായി എന്ന് അംഗീകരിക്കുന്നുവോ, നിങ്ങൾക്കുള്ളതാണ്. 2, നിങ്ങളെക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ, ഒരു മനുഷ്യനല്ല, മറ്റൊരു മനുഷ്യ ശക്തിക്കല്ല, അതിനേക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കുന്നുവോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവോ, നിങ്ങളുടേതാണ്. 3, നിങ്ങളുടെ ഇച്ഛകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മോഹങ്ങളും നിങ്ങളുടെ ജീവിതം തന്നെയും നിങ്ങൾ ഈ വലിയ ശക്തിക്ക് കൊടുക്കുവാൻ തയ്യാറാണ്. ഈ വലിയ ശക്തിയോട് കീഴടങ്ങിക്കൊണ്ട്, മാപ്പ് പറഞ്ഞുകൊണ്ട്, കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്കുള്ള മാർഗം വ്യക്തമായും കണ്ടെത്തുന്നു എന്നർത്ഥം. 4, 5, 6, 7 പടികൾ ചേർന്നു കിടക്കുന്നു. 4, 5, 6, 7 പടികളിൽ നിന്നുള്ള പാഠങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴൊക്കെയും നിങ്ങൾ വിശ്വസിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോഴൊന്നും തന്നെയും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല, നിങ്ങൾ ചിന്തിച്ചിട്ടേയുള്ളൂ. 4-ാമത്തെ പടി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരം വിലയിരുത്തി എന്നുള്ളതാണ്. ഞാൻ ഈ പടികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒന്നറിയാം, ഓരോ പടിയെക്കുറിച്ചും എനിക്ക് വേണമെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. പലരുടെയും അനുഭവങ്ങൾ വെച്ചുകൊണ്ടും മനഃശാസ്ത്ര സമൂഹശാസ്ത്ര പാഠങ്ങൾ വെച്ചുകൊണ്ടും ഓരോരോ പടിയെക്കുറിച്ചും എനിക്ക് മണിക്കൂറുകൾ, ഒരാഴ്ച വേണമെങ്കിൽ ഞാൻ 1-ാം പടിയെക്കുറിച്ച് സംസാരിക്കാം. അഥവാ 12 ആഴ്ചകൾ കൊണ്ട് ഒരുപക്ഷെ എയുടെ ഈ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കുമ്പോഴും വീണ്ടും സമയം നിങ്ങൾക്കും എനിക്കും വേണ്ടി വരുമെന്നുള്ളതാണ്. ഞാൻ സമയപരിമിതി കാരണം ഞാൻ ഈ പടികളെ വളരെ സംക്ഷിപ്തമായത് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. അതിസൂക്ഷ്മമായ വിശകലനം നടത്തുന്നു, ഭയം കൂടാതെ വിശകലനം നടത്തുന്നു. ആ വിലയിരുത്തലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആവശ്യകത നിങ്ങൾ തിരിച്ചറിയാൻ കാരണമാക്കുന്നത്. അതിസൂക്ഷ്മതയോടുകൂടിയും പേടി കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി മൈന്യൂട്ട് എഫക്ട്സിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ആൻഡ് വിത്തൗട്ട് ഫിയർ, പേടിയില്ലാതെ നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഏതെല്ലാം തരത്തിൽ അത് തകർത്തു, ധാർമ്മികമായി തകർത്തു, മൂല്യപരമായി തകർത്തു എന്നുള്ളതാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് മാറ്റം വരേണ്ടതുണ്ടെങ്കിൽ എക്ക് തന്നെ വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. 5-ാമത്തെ ഘട്ടത്തിലും നിങ്ങൾ മറ്റുള്ളവരോടൊന്നും കൂടി പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തോടും സ്വന്തമായും വേറൊരു വ്യക്തിയോടും കൃത്യമായി ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ അതിമനോഹരമായാണ് പാഠം നൽകുന്നത്. നിങ്ങൾ സ്വയം ഏറ്റുപറയുകയും നിങ്ങൾ ദൈവത്തോട് മാത്രം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ചതിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ചതിക്കാതിരിക്കാൻ, നിങ്ങൾ സ്വയം ചതിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ മറ്റൊരു വ്യക്തിയോടുകൂടിയും ഏറ്റുപറയുന്നു. ഈ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലുള്ള ദീപസ്തംഭമാണ്. നിങ്ങൾ ഇരുട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ സാധിക്കുന്ന ദീപസ്തംഭമാണ്. അത് വിളക്കുമാടമാണ്. നിങ്ങളുടെ വഴിയിൽ നിങ്ങളെ ഏറെ സഹായിക്കുന്ന, ഒരു പക്ഷെ അന്ധനാകാം അയാളും, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന മറ്റൊരു അന്ധനാണ് ഇത് എന്നർത്ഥം. കൃത്യമായി ഏറ്റുപറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളോട് തന്നെയുള്ള ഏറ്റുപറച്ചിലായിട്ട് മാറുന്നു, ചിലപ്പോൾ കൗൺസിലറോട് ഏറ്റുപറച്ചിലായി മാറും, മനഃശാസ്ത്രജ്ഞനോടുള്ള ഏറ്റുപറച്ചിലായി തീരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസറോടുള്ള ഏറ്റുപറച്ചിലാകാം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടുള്ള ഏറ്റുപറച്ചിലാകാം നടത്തുന്നത്. തെറ്റുപറ്റിപ്പോയി, എന്റെ വ്യക്തിത്വത്തെ, എന്റെ അത് ഞാൻ ദൈവത്തോടും സ്വന്തമായും എന്നോടും പറയുന്നു എന്നുള്ളത്. നിങ്ങളുടെ രക്ഷയ്ക്ക് എപ്പോഴും ഒരു തേർഡ് പാർട്ടി നല്ലതാണെന്ന് അർത്ഥം. ഫസ്റ്റ് പാർട്ടി നിങ്ങളും, സെക്കൻഡ് പാർട്ടി ദൈവവും, തേർഡ് പാർട്ടി മറ്റൊരു മനുഷ്യനുമാണ്. ആ മനുഷ്യൻ നിങ്ങളുടെ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നന്നായി. 6-ാമത്തെ പടിയിലെത്തുമ്പോൾ ദൈവം ഞങ്ങളുടെ ദൂഷ്യം മാറ്റിത്തരണമേ എന്ന് കേണപേക്ഷിക്കുന്നു.
ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ ദൂഷ്യങ്ങളെ, ഞാൻ ഐ ആം റെഡി ഫോർ മൈ ചേഞ്ച് എന്നുള്ളതാണ് വരുന്നത്. അതിന് നിങ്ങൾ തയ്യാറാകുന്നു. എയുടെ 6ാമത്തെ പാഠം വളരെ ലളിതമാണ്. നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റത്തിന് വേണ്ടി തയ്യാറാകുന്നുവോ? 7, അപാകതകൾ മാറ്റി അതിവിനയത്തോടുകൂടെ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടോ? ആർ യു റെഡി ടു റിസീവ് ദ ചേഞ്ചസ്? നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഈ 7 പടികൾ നൽകുന്ന പാഠം നിങ്ങൾ എത്രത്തോളം തയ്യാറാകുന്നു, എന്തിന് തയ്യാറാകുന്നു, എങ്ങനെ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പടികൾ 3 നിങ്ങളുടെ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ 4 മുതൽ 7 പടി വരെയുള്ള ഈ 4 പടികൾ നിങ്ങളുടെ മാറ്റത്തെ ഉറപ്പുവരുത്തുന്നതാണ്. നോക്ക്, നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ്, അതിസൂക്ഷ്മമായിട്ടാണ് നിങ്ങളെ കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അതിസൂക്ഷ്മതയോടുകൂടെയും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി 4ാമത്തെ പടി, ആർ യു റെഡി ടു മേക്ക് എ കൺഫെഷൻ? ആർ യു റെഡി ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്? നിങ്ങൾ തയ്യാറാണോ? പേടി കൂടാതെ. പേടിയുണ്ടാകുമ്പോൾ നിങ്ങൾ മനോരോഗത്തിനോ അതുപോലെയുള്ള അസ്വസ്ഥതകൾക്കോ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറിച്ച് പേടി ഏതും കൂടാതെ ഞാൻ വിലയിരുത്താൻ തയ്യാറാണ്. 5ാമത്തെ പടിയിൽ ഞാൻ എന്നോടും ദൈവത്തോടും മറ്റൊരാളിനോടും ഏറ്റുപറഞ്ഞു. 6ാമത്തെ പടിയിൽ ദൈവങ്ങളോട് എന്റെ എല്ലാ ദൂഷ്യങ്ങളും മാറ്റിത്തരുവാൻ വേണ്ടി ഞാൻ കേണപേക്ഷിച്ചു. 7ാം പടിയിൽ എത്തുമ്പോൾ അത് മാറ്റിത്തരണേ എന്നുള്ളത് ഒരു വിനയത്തോട് കൂടിയിട്ടുള്ള അപേക്ഷയായി മാറുന്നു. 8ാമത്തെ പടിയിൽ വെച്ചാണ് നിങ്ങൾ ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത്. മാറ്റത്തെ നിങ്ങൾക്ക് യു ആർ കമ്മിങ് ഔട്ട് ആൻഡ് നൗ യു ആർ ലുക്കിംഗ് ഔട്ട്. നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് 8ാം പടി പറയുന്നത്. ഞാൻ ആരോടൊക്കെ തെറ്റ് ചെയ്തു, ഞാൻ ആർക്കൊക്കെ പാതകങ്ങൾ ചെയ്തു, ഞാൻ ആരോടൊക്കെ ഉപദ്രവങ്ങൾ ചെയ്തു, അവരുടെ പട്ടികയുണ്ടാക്കുന്നു. ഞാൻ അവരെ കുറിച്ചിട്ടുള്ള ഒരു പട്ടികയുണ്ടാക്കുന്നു. പരിഹാരം ചെയ്യുവാൻ തയ്യാറാകുന്നു. നോക്കണേ, നിങ്ങളുള്ളത് നിങ്ങളെ മറ്റുള്ളവരെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ മറ്റുള്ളവരെ ഏത് തരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ളതും എത്ര പേരെ നിങ്ങൾ വിഷമിപ്പിച്ചു എന്നുള്ളതുമാണ് നിങ്ങൾ ഇവിടെ അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിൽ നിന്നാണ് അവരെ ഞാൻ കണ്ടെത്തി അവർക്ക് അപമാനകരമല്ലാത്ത തരത്തില്, അവർക്ക് വിഷമകരമല്ലാത്ത തരത്തില് 9ാമത്തെ പടി അതാണ് പറയുന്നത്. ഈ പട്ടികയിൽ പറയുന്ന ആളിന് മുൻഗണനാക്രമത്തിൽ നിങ്ങൾക്ക് ആളിനെ കണ്ടെത്താം. ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാപ്പ് പറയേണ്ടത്, ഞാൻ ആരെടുത്ത് പോയിട്ടാണ് അടിയറവ് പറയേണ്ടത്, ഞാൻ ആരുടെ അടുത്ത് പോയിട്ടാണ് കേണപേക്ഷിക്കേണ്ടത്, നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൽ ഓരോ ആളിന്റെ അടുത്തും ചെന്നിട്ട് പറയുന്നു, അവർക്ക് മാനഹാനി ഉണ്ടാക്കാത്ത വിധം കഴിയും വിധം പരിഹാരം ചെയ്തു കൊടുക്കുന്നു നിങ്ങൾ എന്നുള്ളത്. ആ കഴിയും വിധം എന്നുള്ള വാക്കിന് എന്തൊരു അർത്ഥമുണ്ട് എന്നറിയാമോ? നിങ്ങൾക്ക് പൂർണ്ണമായും അവരെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ അത്രമാത്രം പാതകം അവരോട് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ 4 ജന്മങ്ങൾക്കോ 100 ജന്മങ്ങൾക്കോ കൊടുത്തു തീർക്കാനാവാത്ത തരത്തിലുള്ള ഒരു വീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് 8ഉം 9ഉം പടികൾ അതിരസകരമായി നിങ്ങളുടെ മാറ്റത്തെ പുറത്തേക്ക് കൊണ്ടുവരും. ആർക്കൊക്കെ ദ്രോഹം ചെയ്തുവോ അവരുടെ പട്ടികയുണ്ടാക്കുന്നു. ആർക്കൊക്കെ ദ്രോഹം ചെയ്തുവോ അവർക്ക് മാനഹാനി തരാത്ത തരത്തിൽ അവരോട് ഞാൻ അപേക്ഷിക്കുന്നു, പരിഹാരം ചെയ്തു കൊടുക്കുവാൻ തയ്യാറാകുന്നു. ഇത് വരുന്നതോടുകൂടിയാണ് യു ആർ ട്രൈങ് ടു എൻജോയ് ദ ചേഞ്ച്. നിങ്ങളുടെ മാറ്റത്തെ നിങ്ങൾ അനുഭവിക്കുന്നു. യു ആർ ഫീലിംഗ് ഓഫ് റിസൾട്ട് ഉണ്ടാകുന്നു നിങ്ങൾക്കുള്ള. ഈ ഏറ്റുപറച്ചിലിന് പറയുമ്പോൾ ചിലപ്പോ പറയും, ഇത് പണ്ടൊക്കെ പറഞ്ഞതാണ്, ഇത്രയും പറഞ്ഞിട്ട് നീ വീട്ടിൽ പോയി കുടിച്ചിട്ടുണ്ട്, ഇതിന്റെ അപ്പുറം നീ പ്രായശ്ചിത്തം ചെയ്തിട്ട് നീ പോയി കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോൾ ഭാര്യയോ മക്കളോ സുഹൃത്തോ പറഞ്ഞേക്കാം. അപ്പോഴും ക്ഷമയോടുകൂടി പറയുന്നു, ഞാൻ ചെയ്തത് വീഴ്ചയാണ്, ഞാൻ അതിന് കുമ്പസരിക്കുന്നു, ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു, നീ എന്നെ സഹായിക്കണം, ഞാൻ നിനക്ക് പരിഹാരം ചെയ്യുവാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത്. 8ഉം 9ഉം പടികൾ സത്യത്തിൽ
സ്വയം മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിരിക്കുന്ന ഒന്നാണ്. അമിത മദ്യാസക്തൻ 12ാം പടിയിൽ വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് സുബോധാവസ്ഥയുടെ പാഠങ്ങൾ കൊടുക്കുന്നത്. അമിത മദ്യാസക്തനോ മദ്യാസക്തിയോ ആയിരിക്കുന്ന ഒരാൾക്ക് പാഠങ്ങൾ നൽകുന്നതിന് കൈമാറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾ ദ്രോഹിച്ചവർക്കാണ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുള്ളവർക്കാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നർത്ഥം. 10ാമത്തെ പടിയിൽ സ്വന്തമായി വിലയിരുത്തലുകൾ തുടരുന്നു. തെറ്റ് വരുമ്പോൾ ഞാൻ അത് സമ്മതിക്കുന്നു. കണ്ട, ആദ്യം തന്നെ ഞാൻ എല്ലാം തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിരന്തരമായ പടികൾ കയറി 9ൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നിലനിർത്തണം നിങ്ങൾക്ക് ആ മാറ്റം എന്നുള്ളത്. മാറ്റം നിലനിർത്തണമെങ്കിൽ പടികൾ പൂർണ്ണമായും സഞ്ചരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. നൽകുന്ന പാഠം ഇതാണ്: നിങ്ങളുടെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനൊരു തടസ്സമുണ്ടാക്കരുത്. വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് മുന്നിൽ വാതിലടക്കരുത്. വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് മുന്നിൽ അന്ധരാകരുത്. വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് മുന്നിൽ അത്ഭുത സ്തബ്ധരാകരുത്. വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് മുന്നിൽ നിശബ്ദരാകരുത്. വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തുടരുവാനും അതിനാവശ്യമായ വിലയിരുത്തൽ തുടരുവാനും ശ്രമം നടത്തുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, എൻ്റെ അടുത്ത് വീണ്ടും തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ജീവിതം ഒരു നിരന്തരമായ യാത്രയാണ് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നത് വരെയും നിങ്ങളുടെ ജീവിതം മാറ്റത്തിന്റെ ഒരു പ്രക്രിയയാണ് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ കൂടുതൽ ശക്തരായി വരുന്നത് കൂടുതൽ സുബോധാവസ്ഥ നിലനിർത്തുമ്പോഴാണ് എന്ന് നിങ്ങളത് പഠിപ്പിക്കുന്നു. അപ്പോഴും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നു. 10 ദിവസം കുടി നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുക്കെ ഇനി കുടിക്കുകയില്ല എന്നല്ല നിങ്ങളോട് പറയുന്നത്. ഏത് അവസരത്തിലും വീണ്ടും കുടിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജാഗരൂകമായ ഒരു മനസ്സോടു കൂടിയിട്ട് നിങ്ങളെ നിൽക്കുവാൻ, ആത്മപരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു കണ്ടിന്യൂസ് യാത്ര നിങ്ങൾക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് പറയുന്നത്. 11ാമത്തെ പടിയിൽ പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ദൈവത്തോടുള്ള ബന്ധം സുദൃഢമാക്കുന്നു. അപ്പോഴും നിങ്ങൾ വിചാരിക്കാം ഇത് മതപരമാണോ എന്നുള്ളത്. ആകാതിരിക്കാനും സാധ്യതയുണ്ട്. ഞാൻ കണ്ടെത്തുന്ന ദൈവത്തോടുള്ള ആത്മഭാഷണമാണ് എന്റെ ധ്യാനം. ധ്യാനം എന്ന് പറയുന്നത് വെറും സർക്കസ് കളിയല്ല, യോഗയല്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇത് പ്രാർത്ഥനയാ ധ്യാനം എന്ന് പറയുന്നത് വെറും മതപരമല്ല. അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. ഇവിടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ സ്വസ്ഥപൂർണമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രാർത്ഥന നമ്മളുടെ അനേകം സംശയങ്ങൾക്ക് ഉത്തരം കാണുവാൻ സാധിക്കുന്ന ഒരു മാർഗമാണ്. പ്രാർത്ഥന ജീവിതത്തെ എപ്പോഴും പരിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുവാനുള്ള ഒരു മാർഗമാണ്. പ്രാർത്ഥന പല തരത്തിലും നിങ്ങൾക്കുള്ള ചികിത്സയാണ്. പ്രാർത്ഥന സ്വസ്ഥമായ മനസ്സിനെ നിങ്ങൾ കണ്ടെത്തുന്നതിനുള്ള മാർഗമാണ്. പ്രാർത്ഥന നിങ്ങളുടെ ആഴങ്ങളിലുള്ള ചിന്തയാണ്. പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ മാറ്റത്തിന്റെ മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ്. ധ്യാനം അതിനുള്ളൊരു മാർഗമാണ്. ധ്യാനം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒന്നാണ്. ധ്യാനം നിങ്ങളുടെ ജീവിതത്തെ കേന്ദ്രീകൃത ഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ളതാണ്. ധ്യാനം നിങ്ങളുടെ ദുരന്തത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമാണ്. ധ്യാനം നിങ്ങളുടെ വീഴ്ചകളെ ആവർത്തിക്കാതിരിക്കുവാനുള്ള മാർഗമാണ്. ധ്യാനം സ്വസ്ഥപൂർണമായ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ പരിശുദ്ധ മാർഗം സ്വരൂപിക്കുവാനുള്ള ഒരു ആവാഹിച്ചെടുക്കലാണ്. ഈ പ്രാർത്ഥനയും ധ്യാനവുമാണ് നിങ്ങൾ തുടരുന്നത്. ഈ പ്രാർത്ഥനയും ധ്യാനവുമാണ് നിങ്ങളുടെ വലിയ ശക്തിയുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചു നിർത്തുന്നത്. ഈ പ്രാർത്ഥനയും ധ്യാനവുമാണ് നിങ്ങളെ തന്നെ ശക്തരാക്കുന്നത്. ഈ പ്രാർത്ഥനയും ധ്യാനവുമാണ് നിങ്ങളുടെ മാറ്റത്തെ മനഃശാസ്ത്രപരമായും ആത്മീയമായും തിരിച്ചറിയാൻ സഹായിക്കുന്നത്.
ആ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് 11ാമത്തെ പടികളിലൂടെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 11ാമത്തെ പടിയിൽ നിന്നാണ് 12ാമത്തെ പടിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത്. വളരെ ലളിതമാണ്. ഈ പരിപാടികളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആത്മീയ പ്രചോദനം വഴി ഞാൻ എന്റെ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുന്നു. ഈ തത്വങ്ങൾ ഞങ്ങളുടെ വ്യവഹാരത്തിൽ പാലിക്കുന്നതിനും മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും സഹായിക്കുന്നു. You came out and now you are expressing yourself. നിങ്ങൾ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മറ്റുള്ളവർക്കുള്ള വഴികാട്ടികളായിത്തീരുന്നു. 12ാം പടി ഈ സന്ദേശം എന്റെ ആത്മീയ മാറ്റത്തിന്റെ സന്ദേശം, എന്റെ ആത്മീയ പ്രചോദനത്തിന്റെ സന്ദേശം, എന്റെ ജീവിത മാറ്റത്തിന്റെ സന്ദേശം, എന്റെ അടിമുടി കീഴ്മേൽ മറിയുന്നതിലുള്ള സന്ദേശം ഞാൻ മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കുവാൻ ഇതാ തയ്യാറാണ്. ഈ ആത്മീയ പ്രചോദനം വഴിയാണ് ഞാൻ നൽകുന്ന സന്ദേശത്തിന്റെ ശക്തി ഞാൻ അറിയുന്നത്. ഈ ആത്മീയ പ്രചോദനത്തിൽ നിന്നാണ് എന്റെ ശക്തിയുടെ പുണ്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയുന്നത്. യു ആർ ഗിവിംഗ് എ മെസ്സേജ്. നിങ്ങൾ കൈകോർക്കുന്നു. ദുരിതമനുഭവിക്കുന്നവരെ കൈകോർക്കുന്നു. അന്ധന് വഴി കാണിച്ചു കൊടുക്കുന്നു. കണ്ണു കാണാത്ത ഒരു സ്ത്രീ കണ്ണു കാണാത്ത മറ്റൊരു സ്ത്രീക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ പരസ്പരം ഊന്നുവടികളാകുന്നു. നിങ്ങൾ പരസ്പരം പുതപ്പുകളായിത്തീരുന്നു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളായിത്തീരുന്നു. അങ്ങനെ വരുന്ന ഒരവസരത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധാരണമായ തരത്തിലുള്ള ഒരു സന്ദേശമായി മാറുന്നു. 2ാമത്തെ ഘടകം 12ാം പടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള സമരസപ്പെടലിനെയാണ്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരുന്നതിനാണ്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ കുനുഷ്ട് കളയുന്നു, നിങ്ങളുടെ അസൂയ വലിച്ചെറിയുന്നു, നിങ്ങളുടെ ആർത്തി ഇല്ലാതാക്കുന്നു, നിങ്ങളുടെ ആസക്തി നിങ്ങളെ വലിച്ചെറിയുന്നു, നിങ്ങളുടെ ആത്മസംഘർഷങ്ങൾക്ക് നിങ്ങൾ നിയന്ത്രണമായി തീരുന്നു. നിങ്ങൾ വാക്കും പ്രവൃത്തിയും ഒന്നാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു പരിശുദ്ധാവസ്ഥയിലേക്ക്, ഒരു പുണ്യ കേന്ദ്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ ഉൾക്കൊണ്ടിട്ടുള്ള ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരു പ്രവാചകനെ പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരാണ്. അവർ പടികളുടെ ആഴം തിട്ടപ്പെടുത്തി അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പടികളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ നിഷ്കളങ്കരാണ്. അവർ പാപികളല്ല, അവർ രോഗികളാണ് എന്ന് കാരുണ്യം അവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ വെളിപ്പെടുത്തുന്നു. 12ാം പടി നിങ്ങളുടെ പരിശുദ്ധാവസ്ഥയിലേക്കുള്ള ഒരു പ്രയാണമാണ്. 12ാം പടി നിങ്ങളുടെ പുണ്യകേന്ദ്രത്തിലേക്കുള്ള ഒരു ഹിമാലയ യാത്രയാണ്. 12ാം പടി നിങ്ങളുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. 12ാം പടി നിങ്ങളുടെ ആത്മസംസ്കരണം എപ്പോഴും ആ പരിശുദ്ധാവസ്ഥയിൽ നിലനിർത്തുവാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രക്രിയയാക്കി മാറ്റുന്നു. യു ആർ ഡെവലപ്പിംഗ് ന്യൂ സയൻസ്. പുതിയ സയൻസ് ഉണ്ടാക്കി തീർക്കുന്നു, ശാസ്ത്രം ഉണ്ടാക്കി തീർക്കുന്നു. ഈ ശാസ്ത്രം നിങ്ങളുടെ മാറ്റത്തിന്റെ വഴികളായി തീരുകയും ചെയ്യും. നിങ്ങളുടെ പാഠങ്ങൾ നിങ്ങളുടെ പടികളിലുണ്ട്. നിങ്ങളുടെ പാഠങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിലുമുണ്ട്. ഞാൻ ഇന്ന് പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നില്ല. പാരമ്പര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ പാഠങ്ങൾ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പടികൾ നിങ്ങൾക്ക് നൽകുന്നത് ആത്മമാറ്റമാണെങ്കിൽ, വ്യക്തിയുടെ മാറ്റമാണെങ്കിൽ, നിങ്ങൾ ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നതാണ് പാരമ്പര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. പാരമ്പര്യങ്ങൾ നൽകുന്ന കാര്യങ്ങൾ ഞാൻ പിന്നീട് ഒരിക്കൽ വിശദമായി സംസാരിക്കാം. ഞാനിപ്പോൾ അതിന്റെ സത്തയെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. ഒന്ന്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൊതുനന്മയാണ്. നിങ്ങളുടെ മാറ്റം അതിലുള്ള ഒരു കണ്ണി മാത്രമാണ്. എയുടെ ഐക്യമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ എയിൽ ഞാനൊക്കെ ചില സ്റ്റേഷനുകളിൽ എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ട് പോലും കണ്ടിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുന്നിൽ ഗ്രൂപ്പുകൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഗ്രൂപ്പുകളെക്കാളും വലിയ വലിയ ഗ്രൂപ്പുകൾ, പാരവെക്കലുകൾ, സംഘം ചേരലുകൾ, പരിഹസിക്കലുകൾ,
മറ്റവരുടെ പ്രവർത്തനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തല്, നമ്മൾ ശുചായികളും ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരുമാണ് എന്നുള്ള മട്ടത്തിലേക്ക് കൊണ്ടുപോകൽ, ആദ്യത്തെ പാരമ്പര്യം തന്നെ തകർക്കുന്നവരാണത്. ആദ്യത്തെ പൊതുനന്മയിൽ വിശ്വസിക്കേണ്ടുന്ന ആളുകളുടെ പാരമ്പര്യത്തെ എയുടെ ഐക്യത്തെ തുരങ്കം വെക്കുന്നവരാണ് അവർ 12 പടികൾ നടപ്പിൽ വരുത്തിയത് കൊണ്ട് വിശേഷിച്ചൊരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. പരമാധികാര ശക്തി ദൈവമാണ് എന്നുള്ളത് രണ്ടാമത്തെ പാഠം. കുടി നിർത്തുവാനുള്ള മോഹം തന്നെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട യോഗ്യത എന്നുള്ളത്. എയുടെ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ കുടി നിർത്തിയിട്ടുള്ള 1 മണിക്കൂർ പോലും വേണ്ട. നിങ്ങൾക്ക് കുടി നിർത്തുവാനുള്ള മോഹമുണ്ടോ എന്നുള്ളതാണ്. സ്വയം ഭരണരീതിയാണ് പാരമ്പര്യം നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവരുടെ അടുത്തൊന്നും കാശ് വാങ്ങുന്നില്ല, മറ്റുള്ളവർ കാശ് നൽകാത്തതിൽ പരിതപിക്കുന്നില്ല, മറ്റുള്ളവരുടെ ദ്രവ്യങ്ങളിൽ യാതൊന്നിലും എയുടെ ഒരു പ്രവർത്തക അഭിരമിക്കുന്നില്ല. മറിച്ച് അതിന്റെ സ്വയംഭരണ രീതിയാണ്. നമ്മൾ സ്വയം പ്രവർത്തിക്കുന്നു. അത് പല ദേശങ്ങളിൽ ഉള്ള ചെറിയ കൂട്ടായ്മകളിലൂടെയാണ് ഉണ്ടാക്കിത്തീർക്കുന്നത്. പ്രധാനമായ ഉദ്ദേശ്യം എയുടെ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ അനുകരണമല്ല, മറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ടെത്തലാണ് പ്രധാനം എന്ന് പാരമ്പര്യം. ധനപരമായ ഇടപെടലുകൾ അതുകൊണ്ടാണ് നടത്താത്തത്. മറ്റുള്ളവരിൽ നിന്ന് സംഖ്യ പിരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള നടപടികളിലൊന്നുമില്ല. ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ആ ഏഴിലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് നൽകുന്ന സംഭാവനകളിൽ നിന്ന് മാത്രമാണ്. സംഭാവനകൾ ഇല്ലെങ്കിൽ ചായ കുടിക്കൂല, കാപ്പി കുടിക്കൂല എന്ന് മാത്രം. പക്ഷേ മറ്റുള്ളവരോട് കാശ് വാങ്ങിയിട്ട് എയുടെ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തുന്നില്ല, മറ്റുള്ളവരെ വെച്ച് എയുടെ പോസ്റ്റർ അടിപ്പിക്കുന്നില്ല, മറ്റുള്ളവരുടെ ധനസഹായം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം കൊണ്ട് എയുടെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നില്ല. അതാണ് ധനപരമായ ഇടപാടുകൾ ഇല്ലാന്ന്. പരമ്പരാഗതമായിരിക്കുന്ന ഒരു വിശ്വാസമാണ് ആർക്കെങ്കിലും എയുമായി കൂട്ടുചേരാൻ ആഗ്രഹമുണ്ടോ അവർക്ക് സ്വാഗതം നൽകുന്നു എന്നുള്ളത്. അത് അതിന്റെ പടികളിൽ പ്രധാനപ്പെട്ടതാണ്. എ പ്രവർത്തനങ്ങൾക്ക് ഭൗതികമോ അതിഭൗതികമായ ഒരു പ്രതിഫലവുമില്ല. നിങ്ങൾ ശമ്പളം പറ്റുന്നവരല്ല. അതുകൊണ്ടാണ് എയുടെ സേവകരാണ് എന്ന് പറയുന്നത്. സംഘടിതമായ പ്രസ്ഥാനങ്ങൾ ആകരുത് എന്നും പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എയിലുള്ള അംഗങ്ങളൊക്കെയും തന്നെയും ഫോണുകളിലൂടെയൊക്കെ ബന്ധപ്പെട്ട് ഐക്യമുന്നണികൾ ഉണ്ടാക്കുന്നതല്ല. നിങ്ങളടുത്ത് വരുന്ന ഒരാൾ നിങ്ങൾക്ക് സഹായിക്കാം, വരുന്ന ആളെ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങൾക്ക് ഒരാളിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസർ ആക്കാം. ഒരു സമയത്ത് ഒരു സ്പോൺസറാണ് നല്ലത് എന്നും ചിലയിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. പല സ്പോൺസറുകൾ വരുമ്പോൾ, പല സുഹൃത്തുക്കൾ വരുമ്പോൾ, അല്ലെങ്കിൽ പല മെന്റേഴ്സ് വരുമ്പോൾ അത് ചിലപ്പോൾ വിരുദ്ധാവസ്ഥകൾ ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടും ഒരു സംഘടിത പ്രസ്ഥാനമാക്കരുത്. ഇന്ന് നമ്മൾ ഈ പാതിരാത്രിയിൽ ഒത്തുചേരുന്നു. അതുകൊണ്ട് എല്ലാവരും പാതിരാത്രിക്കാരല്ല എന്നർത്ഥം. മിഡ് നൈറ്റ് ഗ്രൂപ്പ്, ഞാൻ എന്റെ അനുഭവത്തിൽ ആദ്യമായാണ് ഒരു മിഡ് നൈറ്റ് ഗ്രൂപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ന്യൂ ഇയറിനോട് ചേർന്നിട്ടുള്ള ദിവസങ്ങളിൽ 12 മണിവരെയുള്ള സംസാരം നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സംഘടിത പ്രസ്ഥാനമാകരുത്. അസംഘടിതരാകണം നിങ്ങൾ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നർത്ഥം. മറ്റു വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിലും നിങ്ങൾ അത് രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു, ഈ രാഷ്ട്രീയാവസ്ഥ നല്ലതാണോ, അല്ലെങ്കിൽ ഈ ആൾ ഭരണാധികാരി സ്വച്ഛാധിപതിയാണോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അരാഷ്ട്രീയവാദികളാകുന്നു എന്നല്ല. ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള വിഷയങ്ങൾ ഇതിൽ എടുത്ത് എയുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ കൂടിക്കൊടുക്കരുത്. നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ആകാം, നിങ്ങൾക്ക് ആരുമാകാം. പക്ഷെ എയുടെ പ്രവർത്തനങ്ങളിൽ ഈ രാഷ്ട്രീയമോ ഈ കുനുഷ്ടോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾ കൂട്ടിച്ചേർക്കരുത്. നല്ല ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എ തന്നെയാണ് തന്റെ രാഷ്ട്രീയ പാർട്ടി, എ തന്നെയാണ് തന്റെ മതം, എ തന്നെയാണ് തന്റെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നർത്ഥമുള്ളത്. 11 പടികൾ നിങ്ങളെ പാരമ്പര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആകർഷകമായ രീതിയിൽ നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ്.
നിങ്ങൾ വികർഷിക്കുന്ന തരത്തിലല്ല സന്ദേശം നൽകേണ്ടത് എന്നുള്ളതാണ്. മറിച്ച് ആകർഷകമായ തരത്തിൽ നിങ്ങൾ സന്ദേശം, പൊരുൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങളുടെ സമ്പർക്കം മറ്റുള്ളവർക്ക് ഇഷ്ടകരമാകണം. നിങ്ങളുടെ സമ്പർക്കം മറ്റുള്ളവർക്ക് മാതൃകയാകണം. എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചില പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം എന്റെ ജീവിതത്തെ അമിത മദ്യാസക്തനോ മദ്യപിക്കുക പോലും ചെയ്യാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വിലപിടിച്ചതാകുന്നത് അയാളിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കതായ തരത്തിലുള്ള ഒരു ആകർഷകത്വം ആൽക്കഹോളിക്സ് അനോണിമസ് പാരമ്പര്യങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഏറ്റവും അവസാനത്തേത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിൽ നിങ്ങൾ വേഷം കെട്ടരുത്, ബാഡ്ജ് ധരിക്കരുത്, നിങ്ങൾ കാരണവരാകരുത്, നിങ്ങൾ ഗുരുവാകരുത്. ജുബയിട്ട് നടക്കുമ്പോൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തൊപ്പിയിട്ട് നടക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ മതചിഹ്നങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുന്നതാണ് ഉചിതം. നിങ്ങൾ ഗുരുവല്ല, നിങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരു മറ്റുള്ളവരാണ്, മറ്റുള്ളവരുടെ അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ അനാമധേയത്വം വെച്ചു പുലർത്തുക, അനോണിമിറ്റി നിലനിർത്തുക. ഈ പാഠങ്ങളാണ് നിങ്ങൾക്ക് പടികളും പാരമ്പര്യങ്ങളും നൽകുന്നത്. ഇതിൽ നിന്നാണ് എ നിങ്ങൾക്കുള്ളതായിട്ട് മാറുന്നത്. ഇതിൽ നിന്നാണ് എ തത്വങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. എക്കാരൻ ആരെയും സമ്മർദ്ദം ചെലുത്തുന്നില്ല. ആരെയും നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നില്ല. ഗവേഷണം നടത്തുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ ചികയുന്നില്ല. അയാൾ കുടി നിർത്തിയതിനു ശേഷം ഇപ്പോൾ ഈ ബന്ധം വെച്ച് പുലർത്തുന്നു എന്നുള്ള കുറ്റാരോപണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേസ് ഹിസ്റ്ററി എടുക്കുന്നില്ല. നിങ്ങൾ കൂട്ടുകൂടുന്നില്ല, നിങ്ങൾ സംഘടിക്കുന്നില്ല, ആരെയും നിയന്ത്രിക്കുന്നില്ല, ആർക്കും മാതൃകയാകാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വയം മാതൃകയായി തീരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിട്ടി നടത്തുന്നില്ല, നിങ്ങൾ ചികിത്സ നടത്തുന്നില്ല. ചില ആളുകളൊക്കെ മറ്റുള്ളവർ ഉപദേശം കൊണ്ട് ചികിത്സിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വൈകാതെ ചികിത്സിച്ചവൻ മുഖം കുത്തി വീഴുന്നതും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചികിത്സ നടത്തുന്നില്ല, നിങ്ങൾ ആത്മീയ സേവനം നടത്തുന്നില്ല, നിങ്ങൾ കൗൺസിലിംഗ് നടത്തുന്നവരല്ല. ഒരു അമിത മദ്യാസക്തനോട് സംസാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, അയാൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ അയാളിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളതൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ. അതിനപ്പുറത്തേക്കില്ല. ഇത് ചെയ്താൽ മതി, രാവിലെ 9 മണിക്ക് എണീറ്റാൽ മതി, അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആ മാറ്റം ഉപയോഗപ്രദമായി കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. വ്യക്തി ഓരോന്നും വ്യത്യസ്തനാണ് എന്നുള്ളതും വ്യത്യസ്തയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ ഇതാണ് ചെയ്തിട്ടുള്ളത്, ഫുൾ സ്റ്റോപ്പ്, കുത്തുകുത്തു പോലുമില്ല, സെമിക്കോളൻ ഇല്ല, കോമല്ല, ഞാൻ ഇതാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല, ഞാൻ 34 ദിവസമായി കുടിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളോട് പറയുന്നില്ല. ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല. ചികിത്സ നടത്തുന്നില്ല, ആത്മീയ സേവനം നടത്തുന്നില്ല, കൗൺസിലിംഗ് നടത്തുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല, ധനപരമായോ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം വാങ്ങുന്നില്ല. നിങ്ങൾ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ഈ വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു അഹന്ത ഉണ്ട്. ഞാനാണ് മുഖ്യമന്ത്രി, ഞാനാണ് പ്രധാനമന്ത്രി എന്നുള്ള മട്ടിൽ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അത് അവരെ വഴിതെറ്റിക്കും, അവരുടെ വീഴ്ചക്ക് കാരണമാക്കും. ഗുരുവാകുന്നില്ല, മേൽക്കോയ്മയില്ല, പ്രതിഫലം കൈപ്പറ്റുന്നില്ല. ഈ പാഠങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്ക് തരുമ്പോൾ വളരെ ലളിതമായിട്ട് പറയുന്നു, വിശേഷിച്ചൊന്നും ചെയ്യണ്ട, പ്രതിജ്ഞ ചെയ്യണ്ട. പലതവണ പ്രതിജ്ഞ ചെയ്തിട്ട് നിങ്ങൾ ഇതാ വീണ്ടും കുടിച്ചവരല്ലേ. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഇന്ന് ഞാൻ കുടിക്കുന്നില്ല എന്ന് നിങ്ങളോട് ശപഥം ചെയ്താൽ മതി. ഇന്ന് ഞാൻ കുടിക്കുന്നില്ല എന്നുള്ളത് 24 hours from one day at a time. ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് അത് നൽകുന്നത്. നിങ്ങൾ എത്ര തവണ വിചാരിച്ചിട്ടുണ്ട് ഞാൻ 15 ദിവസം കുടിക്കാതിരുന്നതിന് ശേഷം ഇനി ജീവിതത്തിൽ ഒരിക്കലും കുടിക്കുകയില്ല എന്നുള്ളത്? 33 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കുടിച്ച ഒരാൾ, ഗ്രേറ്റ് വെയിനിൽ അയാളുടെ അനുഭവം, 33 കൊല്ലം സുബോധാവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുടിച്ചിട്ടുള്ള അയാളുടെ അനുഭവം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ, ഞാൻ ഇന്നും പറയുന്ന ഒരു ഉപമയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു സർപ്പമുണ്ട്. ആ സർപ്പം നിങ്ങളുടെ ഉള്ളിൽ മയങ്ങിക്കിടക്കുകയാണ്. ഒരു ദിവസം, ഒരു നേരം, 1 day at a time.
കുടിക്കാൻ തോന്നിയാൽ നിങ്ങൾ കീഴ്പ്പെടുന്നില്ല, പ്രതിരോധിക്കുന്നുമില്ല. നിങ്ങൾ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്നു. നാളെ ആ തോന്നലുണ്ടാകുമ്പോൾ മറ്റന്നാളിലേക്ക് മാറ്റിവെക്കുന്നു. മദ്യത്തിന്റെ കാര്യം വരുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടെയും സത്യസന്ധമായും നിങ്ങൾ ചിന്തിക്കുവാൻ ശ്രമിക്കുന്നു. നിങ്ങളെ പറ്റിക്കാനാണ്, നിങ്ങളുടെ സുബോധാവസ്ഥ തകർക്കാനാണ്, നിങ്ങളുടെ പുനർപതനത്തിനാണ് നിങ്ങളുടെ ചിന്ത ദുർനടപ്പ് നടത്തുന്നത്. ആ ദുർനടപ്പ് നടത്തുന്നതിന് പകരം യാഥാർത്ഥ്യബോധത്തോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ കുടിച്ചതിനാലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ ഇനിയുള്ള കുടി കൊണ്ടുള്ള ഗുണങ്ങൾ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടുന്നത്. ഇനി കുടിച്ചതുകൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമാണോ? വ്യക്തി ആസക്തി നിയന്ത്രിച്ച് കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തി വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഴമക്കാരെ പിന്തുടരുക, പഴമക്കാരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അത് നിങ്ങളുടെ ആത്മീയ ഉണർച്ചയ്ക്ക് കാരണമാക്കി തീർക്കുകയും ചെയ്യും. ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുവാനുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളുടെ അടുത്ത മദ്യപാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. യു ആർ ഗെറ്റിംഗ് അവേ ഫ്രം, യു ആർ സ്റ്റേയിങ് അവേ ഫ്രം ദ ഫസ്റ്റ് ഡ്രിങ്ക്. മറ്റൊരു കുടി ഉണ്ടാകുന്നതിൽ നിന്ന് മാറി നിൽക്കുവാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതാണ് 24 മണിക്കൂർ പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്പോണിംഗ് ടെക്നിക്കാണുള്ളത്, നീട്ടിവെക്കുന്ന ഒരു ടെക്നിക്കാണുള്ളത്. അത് നിങ്ങൾ തോന്നുന്ന ഒരു മുഹൂർത്തം വരികയാണെങ്കിൽ, അല്പം കുടിക്കുവാനുള്ള മുഹൂർത്തം വരികയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഓർക്കുക. വിഷ്വലൈസ് ദ ട്രാജഡി, മനസ്സിൽ കാണുക ആ ദുരന്തത്തെ കുറിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു സംശയം വേണ്ട, നിങ്ങൾ നിങ്ങളെക്കാൾ വലിയവനാകാൻ നോക്കണ്ട. നിങ്ങൾ ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസറെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മനഃശാസ്ത്രജ്ഞയെയോ കാണുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം, ആശ്വാസം ഉണ്ടാക്കുവാനും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു പാറക്കല്ല് ചാടിക്കടന്ന് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. ഹഡിൽസ് പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സങ്ങൾ വരും ചിലർക്ക്. ആ തടസ്സങ്ങൾ ചാടിക്കടക്കാൻ, ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു നിങ്ങൾക്ക് സുബോധാവസ്ഥ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാനുള്ള പാഠങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മറ്റനേകം ജീവിത ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തീരെഴുതി തന്നിരിക്കുന്നത്. ഒരാളിന്റെ മരണം, ഒരാളിന്റെ ദുരന്തം, ഒരാളിന്റെ ജീവിത സാഹചര്യങ്ങളിലുള്ള ചോര ചേർന്ന ജീവിതം, ചോര കൊണ്ടെഴുതിയ ജീവിതം നിങ്ങൾക്ക് പാഠമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏത് പാഠങ്ങളാണ് നിങ്ങളെ സഹായിക്കുക? ആൽക്കഹോളിക്സ് അനോണിമസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ കാലം വരെ മദ്യപിച്ച് ചത്തവരുണ്ട്, മദ്യപിച്ച് കൊല നടത്തിയവരുണ്ട്, സ്വയം കൊല നടത്തിയവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്, അടിച്ചു കൊല്ലപ്പെട്ടവരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരിൽ നിന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസ് അനുഭവജ്ഞാനത്തിലൂടെ മദ്യമുക്തിയുടെ സുവർണ ഗോപുരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.